ഇപ്പോഴത്തെ നിയമത്തിൽ മുസ്ലിങ്ങളല്ലാത്ത അതത് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷത്തിന് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ അർഹതയുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങളാണെങ്കിൽ പറ്റില്ല. അങ്ങനത്തെ ഒരു ആവശ്യം എന്താ? പക്ഷെ അതല്ല ഇതിൻ്റെ കുഴപ്പം. ഇത് തുടക്കം. ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒന്ന് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യ രജിസ്റ്റർ. ഇപ്പം ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും രജിസ്റ്ററിൽ പേര് വേണം. അത് മുസ്ലിങ്ങളും മറ്റും ആയിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നവരല്ല, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നവരാണ് എന്നുള്ളതിന് തെളിവ് ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ്. അത് വലിയ സംഘർഷങ്ങൾക്കിടയാക്കും. അപ്പം ഇത് യഥാർത്ഥത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ്. ഇപ്പം കേരളം പ്രഖ്യാപിച്ചുകൂടെ ഞങ്ങൾ നടപ്പാക്കില്ല. യഥാർത്ഥത്തിൽ DMKയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടപ്പാക്കില്ല. ഈ കോൺഗ്രസിൻ്റെ 2 സംസ്ഥാനമില്ലേ, കർണാടകയും തെലുങ്കാനയും, അവരും പറയണം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദക്ഷിണേന്ത്യ പറയുന്നു ഈ നിയമം നടപ്പാക്കില്ലെന്ന്. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ? രാജ്യത്തിൻ്റെ 1/3 പ്രദേശത്ത് ജനങ്ങൾ പറയുകയാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നതിന് പകരം പ്രേമേന്ദ്രനെ പോലുള്ളവർ, ശശി തരൂരിനെ പോലുള്ളവർ പറയുന്നത് സംസ്ഥാനത്ത് നടപ്പാക്കാതിരിക്കാൻ അവകാശമൊന്നുമില്ല, കേന്ദ്ര നിയമം പാസ്സാക്കി നടപ്പാക്കണം. നടപ്പാക്കില്ലെന്നാണ് പറയുന്നത്. നിയമലംഘനം ഞങ്ങളത് തയ്യാറല്ല. ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ വേണമെങ്കിൽ പറയാം, നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ പോലീസ് സഹകരിച്ചില്ലെങ്കിൽ സഹകരിക്കണ്ട, ഞങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസി കൊണ്ട് ചെയ്യാം, കേന്ദ്ര സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പുറത്തുനിന്ന് നിന്നവരാണെങ്കിൽ അവരുടെ രേഖകളൊക്കെ പരിശോധിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഇടപാടുണ്ടാക്കാം. അങ്ങനെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ചെയ്യാം, സംസ്ഥാനം ഇല്ലെങ്കിലും എന്ന കാര്യമാണ് ഈ പ്രേമേന്ദ്രൻ പറയുന്നത്. അതാണോ ഈ സന്ദർഭത്തിൽ പറയേണ്ടത്? ഒരു പ്രതിപക്ഷമൊന്നുമില്ല, ശക്തമായിട്ട് ഇത് അനുവദിക്കില്ല എന്നൊരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? എന്തിനാ ഈ അഴകുഴമ്പൻ നിലപാട്? നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഈ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വേണം. നമ്മൾ സാധിക്കില്ല. ഏതുവരെ? സുപ്രീം കോടതി കേസ് കൊടുത്തിട്ട് 4 വർഷം 4 അതിൻ്റെ വിധി വരട്ടെ. രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണത്. ഭരണഘടനയിൽ പൗരത്വം നിർവചിക്കുന്നതിന് മതം ഒരു അടിസ്ഥാനമല്ല. അതുകൊണ്ട് സുപ്രീം കോടതി വിധി വരുന്നവരെ ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ട്. പതൊക്കെ തീരുന്നവരെ നമ്മളിതിനോട് സഹകരിക്കില്ല എന്ന പ്രഖ്യാപനമാണ്. പ്രേമേന്ദ്രൻ പറയുന്നത് കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് ചെയ്യാം, ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ നമ്മൾ രാഷ്ട്രീയമായിട്ട് എന്താ ചെയ്യേണ്ടത്? അധർമ്മം. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്.